നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ വിലക്ക് നമ്മൾ പ്ലാന്റുകളൊക്കെ വാങ്ങും. അപ്പോൾ അത് വളരെ ചെറുതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു 6 മാസം കൊണ്ട് 8 മാസം കൊണ്ട് 1 വർഷം കൊണ്ടൊക്കെ നല്ല രീതിയിൽ വളർന്ന് കായ പിടിക്കാനൊക്കെ എന്ത് ചെയ്യും എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. നമ്മളെ വീഡിയോ ഉടനീളം പറയുന്നതൊക്കെ അതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പ്ലാന്റുകൾ വാങ്ങിയവർക്കും അല്ലാത്തവർക്കൊക്കെ ഈ വീഡിയോകളൊക്കെ കണ്ടാൽ ഉപകാരപ്പെടും. ഇതൊക്കെ വെറും 3, 4, 8 മാസമായ പ്ലാന്റുകളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ നമ്മൾ സത്യസന്ധമായിട്ടാണ് ഇതൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നത്. അടുത്ത വീഡിയോ ഇപ്പോൾ പ്ലാന്റിൻ്റെ എല്ലാം ഒരുമിച്ചൊരു വീഡിയോ ആണെങ്കിൽ ഇനി അടുത്ത വീഡിയോകൾ ഓരോ പ്ലാന്റിൻ്റെയും അതിൻ്റെ വളർച്ചയും അതിൻ്റെ വാങ്ങിയ അന്നത്തെ പ്രായമൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഉടനീളം കണ്ട് മറ്റുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. ഇന്നെല്ലാവരും വീട്ടിലൊക്കെ ഫ്രൂട്ട് പ്ലാന്റുകളും മറ്റുമൊക്കെ വളർത്തുന്നതാണ്. അവർക്കൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടി എല്ലാവരും നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കിലോ പേരയ്ക്ക കിലോ ആയോ എന്ന് ചോദിച്ചാൽ കിലോ ആയിട്ടില്ല. കിലോ ആയോ എന്നേ ഉള്ളൂ. ഇപ്പോൾ കിലോകളൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മുന്നൊക്കെ നമ്മൾ പറിച്ചതൊക്കെ കിലോ ആയിരുന്നു. ഇപ്പോൾ കിലോ ആയിട്ടില്ല. പക്ഷേ ഇത് കിലോ ആവുന്നതിന് മുമ്പേ തന്നെ ഒടിഞ്ഞിട്ടുണ്ട്. എന്നാലും കുറച്ച് ആളൊക്കെ നോക്കും. അത് താഴെ കിടക്കുകയാണ്. അവിടെ പോയി അവിടെ വെച്ചു. നല്ല മുഴുത്ത പേരയ്ക്കാണ്. ഇതൊക്കെ ഇങ്ങനെ കഴിക്കുന്നതിനേക്കാൾ രസമാണ് ഇതിങ്ങനെ കാണുന്നത്. അപ്പോൾ കാണുന്നതിനൊരു പ്രത്യേക രസമുണ്ട്. നമ്മൾ കാഴ്ച കാണാൻ തന്നെ എവിടെയെല്ലാം പോകും, പല കാഴ്ചകളും കാണാൻ. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ടെറസിൻ്റെ മേലിൽ നിന്ന് ഇറങ്ങി വന്നതാണ്. അവരൊക്കെ ഇനി നമ്മൾ താഴെയാണ്. ഇതുണ്ടോ ഇങ്ങനെ കാണാനുള്ള കാഴ്ച അതിമനോഹരമാണ്. ഇത് നമ്മുടെ മരമുന്തിരിയാണ്. കായ പിടിക്കാനൊക്കെ ആയിട്ടുണ്ട്. ഇത് പിന്നെ അത്തിപ്പഴമാണ്. മേലെ വെച്ചിട്ട് നമുക്ക് ഒറ്റൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. പിന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരു പഴമാണ്. അത് കായ്ക്കുമ്പോഴേ നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. നമ്മളിന്നിവിടെ പച്ചക്കറി ഉണ്ടാക്കാനൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. നമ്മളല്ല കേട്ടോ, ഒരാളെ വിളിച്ച് ചെയ്താണ്. അത് നല്ല കാട് പിടിച്ച് കിടക്കുകയെന്ന് പച്ചക്കറി ഉണ്ടാക്കിയിട്ട്. നമ്മൾ ചെറുനാരകമൊക്കെ വീണ്ടും പൂക്കളും തളിർക്കലൊക്കെ തുടങ്ങി. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. വണ്ടിയിലെ പൂത്ത് വരണം. നമ്മളെ പേരൊക്കെയാണത്. ഒരു ഭാഗത്ത് കായാണെങ്കിൽ ഒരു ഭാഗത്ത് പൂവിട്ട് കൊണ്ടുവരും. ഇത് പിന്നെ നമ്മളെ ബ്ലാക്ക് സപ്പോട്ട, നല്ല ക്രീമിലി ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമുക്ക് കായ്ച്ചാലൊക്കെ കായ പിടിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. നല്ല ടേസ്റ്റിയാണ്. പിന്നെ അത്തിപ്പഴത്തിൻ്റെ വേറൊന്ന്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ തൈകളിപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ ആവശ്യക്കാർക്ക് ചോദിക്കാം. നല്ല ചെറുനാരങ്ങയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്ലാന്റുകളും ചെറിയ പ്ലാന്റുകൾ കൊടുത്തിട്ട് ചുരുങ്ങിയ ദിവസം കൊണ്ട് മാസം കൊണ്ടൊക്കെ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം. അപ്പോൾ അതിനുള്ള മെത്തേഡുകളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതിനൊന്നും യാതൊരു പണിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ പ്ലാന്റുകളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ 3000-4000 രൂപയൊക്കെ കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചുരുങ്ങിയ മാസം കൊണ്ട് നമ്മളിത് വളർത്തിയെടുക്കുക എന്നതാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഓരോ ചെടിയും നമ്മൾ വേർതിരിച്ച് നമ്മളിവിടെ ഓരോ വീഡിയോയിൽ പറഞ്ഞു തരും. ആവശ്യക്കാർക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. കാരണം ആദ്യമൊക്കെ നമുക്ക് അനുഭവമാണ്. നമ്മൾ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട പ്ലാന്റുകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ചയൊക്കെ കാണുമ്പോൾ വളരെ ദയനീയമായിട്ട് തോന്നും. അത്രയും സമയം പിടിച്ചിട്ടായിരുന്നു അതിൻ്റെ വളർച്ചയൊക്കെ. അപ്പോൾ അതിൻ്റെ മെത്തേഡൊക്കെ ഇപ്പോൾ നമുക്ക് മനസ്സിലായപ്പോൾ ഇതിന് വളരാൻ യാതൊരു പ്രയാസമില്ലാന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും നമ്മളെ വീട്ടിലൊക്കെ ഒരു പ്ലാന്റുകളൊക്കെ നല്ല രീതിയിൽ പെട്ടെന്ന് വളരണം എന്നുള്ള ആഗ്രഹമൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ
ആഗ്രഹിക്കുന്നവർക്ക് നമ്മളെ വീഡിയോ കണ്ടാലെല്ലാം മനസ്സിലാവും. അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.